ഹലോ ഫ്രണ്ട്സ്, മാക്ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടാലി പ്രൈമിൽ നമുക്ക് എങ്ങനെയാണ് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. അതിനായി നമ്മൾ ടാലി പ്രൈം എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു. അങ്ങനെ നമുക്ക് ഓപ്പണായി വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ ലൈസൻസിൻ്റെ കോൺഫിഗറേഷനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഇത് നമുക്ക് വേണ്ട എഡ്യൂക്കേഷൻ മോഡിനെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. ഇത് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വല്ല നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കുന്നതായിരിക്കും. നമുക്കിതിൽ നിന്ന് ഒരു കമ്പനി എങ്ങനെ പുതുതായി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാൻ ക്രിയേറ്റ് കമ്പനി എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു വിൻഡോയിലേക്കാണ് വരിക. ഇത് ഈ കമ്പനിയുടെ ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ട ലൊക്കേഷനാണ് ഇവിടെ വെച്ച് പറയുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ നമുക്ക് ഇവിടെ തന്നെ സ്റ്റോർ ചെയ്യാമെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ കൊടുക്കുന്നു. ഇനി അടുത്തതായി നമ്മൾ കൊടുക്കേണ്ടത് കമ്പനിയുടെ പേരാണ്. ഞാനിവിടെ മാക് ടെക് എന്ന് പേര് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ മെയിലിംഗ് അഡ്രസ്സാണ്. അഡ്രസ് മാക് ടെക് കാലിക്കറ്റ് കേരള 19. പിന്നെ ഇത് നമ്മുടെ കൺട്രി നെയിമാണ് ഇവിടെ കൊടുക്കുന്നത്. ഞാനിവിടെ ഇന്ത്യ എന്നുള്ള സെലക്ട് ചെയ്യുന്നു. അത് കേരള. ഓക്കെ. പിന്നെ നമ്മൾ നമ്മുടെ പിൻകോഡ് 67 30 19. ഇവിടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഫോൺ നമ്പർ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇമെയിൽ, വെബ്സൈറ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഏത് ഫിനാൻഷ്യൽ ഇയർ ഏത് ഡേറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ബുക്സ് ബിഗിനിങ്, നമ്മളെ ഡാറ്റ ട്രാൻസാക്ഷൻ എൻട്രീസ് എന്നിവയൊക്കെ എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഇതടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കറൻസി എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നതാണ്. നമ്മുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് കറൻസി ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഇത് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. ഈ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നതോടുകൂടി ഇത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം എന്നുള്ളത് മാത്രമാണ്. ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞു എന്നിട്ട് ഇത് സേവ് ചെയ്യാം. ഇതോടുകൂടി നമ്മുടെ ആദ്യ ഘട്ടം പൂർത്തിയാകുകയാണ്. ഇനി രണ്ടാമതായിട്ട് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ എന്തെല്ലാം ഡാറ്റകൾ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഏരിയയിൽ നമ്മൾ അക്കൗണ്ടിങ് പരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മളെ F11 ഫീച്ചറിലുള്ള കാര്യങ്ങളെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. മെയിൻറ്റെയിൻ അക്കൗണ്ട്സ്, അതായത് നമ്മൾ അക്കൗണ്ട്സും അതേപോലെ ഇൻവെൻട്രി ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് എന്നുള്ളത് യെസ് ആയിരിക്കണം. അതേപോലെ മെയിൻറ്റെയിൻ ഇൻവെൻട്രി എന്നുള്ളതും യെസ് ആയിരിക്കണം. അതല്ല നമ്മൾ അക്കൗണ്ട്സ് മാത്രമേ നോക്കുന്നുള്ളൂവെങ്കിൽ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് യെസ്, മെയിൻറ്റെയിൻ ഇൻവെൻട്രി നോ. നമ്മൾ അക്കൗണ്ട്സ് നോക്കുന്നില്ല, ഇൻവെൻട്രി മാത്രമാണെന്നെങ്കിൽ മെയിൻറ്റെയിൻ ഇൻവെൻട്രി യെസ് ആയിരിക്കണം. പിന്നെ എനേബിൾ ബിൽ വൈസ് എൻട്രി, ഇത് നമ്മൾ യെസ് ആക്കിയിട്ടില്ല എങ്കിൽ നമ്മുടെ എൻട്രികളൊന്നും ബിൽ വൈസ് റെക്കോർഡ് ചെയ്യില്ല. ഇതുവഴി നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ ഇത് യെസ് ആയി വെച്ചിരിക്കുക. പിന്നെ എനേബിൾ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് സെൻറ്ററുകളെ, അതായത് നമ്മുടെ ഐറ്റംസിനെ അല്ലെങ്കിൽ നമ്മുടെ ഡീലിങ്സ് ചെയ്യുന്ന വസ്തുക്കളെ, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്നുള്ളതൊക്കെ ഓരോരോ കോസ്റ്റ് സെൻറ്ററുകളായിട്ട് ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എനേബിൾ കോസ്റ്റ് സെൻറ്റർ യെസ് ആക്കി കൊടുക്കുക. അതല്ല നമ്മൾ ഒന്നോ രണ്ടോ ഒറ്റ പ്രൊഡക്റ്റ് മാത്രമേ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പിന്നെ അടുത്ത ഇൻവെൻട്രി സെക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മെയിൻ ഇൻവെൻട്രി ഇത് യെസ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ഐറ്റം പോലുള്ള സാധനങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് യെസ് ആയിരിക്കും. ആവശ്യാനുസരണം നമുക്ക് യെസ്സോ നോയോ സെലക്ട് ചെയ്യാം. ഇൻറ്റഗ്രേറ്റഡ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി, ഇത് നമ്മുടെ അക്കൗണ്ട്സും ഇൻവെൻട്രിയും ഉള്ള റിലേഷൻഷിപ്പിനെയാണ് പറയുന്നത്. പിന്നെ അടുത്ത ഓപ്ഷൻ എനേബിൾ മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽസ്. പ്രൈസ് ലെവലിനെ കുറിച്ച് ചിലർക്ക് ധാരണ ഉണ്ടാവാം, ചിലർക്ക് ധാരണ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബില്ല് അടിക്കുന്ന സമയത്ത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കസ്റ്റമർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൈസിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് നമ്മുടെ ഐറ്റത്തിന് നമുക്ക് ബില്ലടിക്കുന്ന സമയത്ത് അവിടെ എന്ത് റേറ്റ് വരണം എന്നുള്ളത് പ്രീ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇതും നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ എനേബിൾ ബാച്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്കിൻ്റെ ബാച്ച് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് യെസ് അല്ലെങ്കിൽ നോ എന്നുള്ളൊരു ലെവലിൽ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത കോളത്തിൽ ഡിസ്കൗണ്ട് കോളമാണ്. അതായത് ഇൻവോയ്സ് അടിക്കുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് ഡിസ്കൗണ്ട് കോളം വേണോ വേണ്ടയോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. പിന്നെ അടുത്ത ഓപ്ഷനിൽ യൂസ് സെപ്പറേറ്റ് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി കോളം ഇൻ ഇൻവോയ്സ്. ഇതെന്തെന്ന് വെച്ചാൽ നമ്മുടെ ആക്ച്വൽ ക്വാണ്ടിറ്റി, ബിൽഡ് ക്വാണ്ടിറ്റി, അതായത് പർച്ചേസ് ഓർഡറൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി നമ്മൾക്ക് പർച്ചേസ് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരിക്കാം ഓർഡർ, പക്ഷെ നമുക്ക് ബില്ല് ചെയ്യാൻ അത്രയും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടോ നമ്മൾ അത്രയും കൊടുക്കുന്നില്ല എന്നുള്ള കോൺസെപ്റ്റൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇനി അടുത്ത സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് ടാക്സേഷൻ വിഭാഗത്തിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് GST, ഫസ്റ്റത്തെ തന്നെ GST നമുക്ക് ഇതിൽ എനേബിൾ ചെയ്യണോ എന്നുള്ളതാണ്. ഇത് യെസ് കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഒരു എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് GSTയുടെ ഡീറ്റെയിൽസ് അടിക്കാനുള്ള ഒരു കോളം വരുന്നതാണ്. ഇവിടെ നമുക്ക് ആവശ്യമായ ഡീറ്റെയിൽസ് കൊടുക്കുക. സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിലാണ്, പിന്നെ അത് ടൈപ്പ് ഓഫ് രജിസ്ട്രേഷൻ, GST ഉള്ളതൊക്കെ റെഗുലർ ആയിരിക്കും. പിന്നെ ആക്സസ് ഓഫ് അതർ ടെറിട്ടറി, അത് പിന്നെ നമ്മുടെ ട്രാൻസാക്ഷൻ അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. GST ആപ്ലിക്കബിൾ, ഏത് ഡേറ്റ് മുതലാണ് നമ്മൾ GST ആപ്ലിക്കബിൾ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. പിന്നെ നമ്മൾ GST നമ്പറാണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ GST നമ്പർ കൊടുക്കുക. പിന്നീട് ഇത് നമ്മൾ ടാക്സ് ഫയലിങ്ങിനെ കുറിച്ചുള്ള ഒരു ഏരിയയാണ്. ഇതിനെ കുറിച്ച് പറയുന്നത്, ഇത് നമ്മൾ എങ്ങനെയാണ് ടാക്സ് ഫയൽ ചെയ്യുന്നത്, മന്ത്ലി ആണോ അല്ലെങ്കിൽ ക്വാർട്ടർലി ആണോ എന്നുള്ളതിനെ കുറിച്ചാണ്. പിന്നെ അടുത്ത ഓപ്ഷൻ ഇ-വേ ബില്ല് അപ്ലിക്കബിൾ എന്നുള്ളതിനെ കുറിച്ചാണ്. ഇ-വേ ബില്ല്, അതായത് നമ്മൾ ഓരോ ബില്ലടിക്കുമ്പോഴും ആ ബില്ലിൻ്റെ ഇ-വേ ബില്ല് എടുക്കാനുള്ള ഡാറ്റ അത് കിട്ടണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരു ഉപകാരവുമാണ്, ചില സമയങ്ങളിൽ ഇത് ഒരു ഉപദ്രവമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഡിസ്റ്റൻസ് ഒക്കെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം ഒരുപാട് ബില്ല് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇത് ചൂസ് ചെയ്യാം. ഇത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആപ്ലിക്കബിളും ഏത് ഡേറ്റ് മുതലാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ഡേറ്റ് മുതലുള്ള ബില്ലടിക്കുമ്പോഴാണ് നമുക്ക് ഇ-വേ ബില്ലിൻ്റെ ഇത് വരേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അടുത്തത് പറയുന്നത് ഇൻവോയ്സിൻ്റെ വാല്യൂ ആണ്. ഇൻവോയ്സിൻ്റെ വാല്യൂ അത് കാൽക്കുലേഷനിൽ ഇത് ഇൻവോയ്സിൻ്റെ വാല്യൂ ലിമിറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം.
ഇതിപ്പോൾ 50,000 മുകളിൽ സെയിൽ നടക്കുമ്പോൾ മാത്രമേ ഇ-വേ ബില്ല് യെസ് ആവാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ കൊടുത്തതിൻ്റെ ഉദ്ദേശം. എന്നാൽ ഇത് ടാക്സബിൾ ഗുഡ്സ് വാല്യൂ എന്ന് പറയുമ്പോൾ ടാക്സബിൾ വാല്യൂ 50,000 മുകളിലേക്കാണെങ്കിൽ മാത്രമേ ഇ-വേ ബില്ല് എടുക്കുന്ന ഈ ഒരു ഓപ്ഷൻ ഓണായി വരാൻ പാടുള്ളൂ എന്നുള്ള ലെവലിലാണ്. അതേപോലെ എക്സംപ്റ്റഡ് ഗുഡ്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ ടാക്സബിളും അതേപോലെ എക്സംപ്റ്റഡ് ഗുഡ്സ് ഓഫ് വാല്യൂ അതും 50,000 മുകളിലേക്കാണെങ്കിൽ മാത്രമേ ഓപ്പണായി വരാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ. ഇതൊരു കണ്ടീഷനാണെന്നും നമുക്ക് പറയാം. ഇതൊക്കെ നമുക്ക് ആവശ്യാനുസരണം ചെയ്യാവുന്നതാണ്. ഇനി അപ്ലിക്കബിൾ ഇൻട്രസ്റ്റ് ഫ്രോം ത്രഷോൾഡ് ലിമിറ്റ്, അതേപോലെ തന്നെ പർച്ചേസിൻ്റെ കേസാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് പർച്ചേസ് എത്ര വരുമ്പോഴാണ് നമുക്ക് എന്താ പറയുക ഇ-വേ ബില്ലിൻ്റെ ഓപ്ഷൻ വരേണ്ടത് എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് ഉപയോഗിക്കുള്ളൂ. പിന്നെ കേരള ഫ്ലഡ്സസ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ B2C ട്രാൻസാക്ഷനിലൊക്കെ കേരള ഫ്ലഡ്സസ് കാണിക്കണം. അതുകൊണ്ട് ഞാൻ യെസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ അത് ഏത് ഡേറ്റ് മുതലാണ് വരുന്നത് എന്നുള്ളതാണ്. പിന്നെ ടാക്സ് ലയബിലിറ്റി, അഡ്വാൻസ് റെസിപ്റ്റ്, അതേപോലെയുള്ള GST ടാക്സ് ലയബിലിറ്റി, റിസർവ് ചാർജസ്, പിന്നെ അതേപോലെ ഇത് ടാക്സ് ഈ GSTയിൽ എപ്പോഴെങ്കിലും നമുക്ക് മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. പിന്നെ കൊടുത്താലും യെസ് കൊടുത്താലും അതുപോലെ തന്നെയാണ്. പിന്നെ GST ക്ലാസിഫിക്കേഷൻ, അതായത് GST ക്ലാസിഫൈ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ബോണ്ട് ഡീറ്റെയിൽസ്, അതായത് നമ്മൾ ബോണ്ട് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ്, അതായത് ഒരു GSTൻ്റെ ബേസിലാണ് അതൊക്കെ പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ ഓഡിറ്റേഴ്സിനോട് സംസാരിച്ചിട്ട് നിങ്ങളതിൻ്റെ ബേസിൽ ചെയ്യുക. പിന്നെ ഇതിലടുത്തതായി വരുന്നത് TDSൻ്റെതാണ്. ഇതേപോലെ ടാക്സ് റിഡക്ഷൻ സോഴ്സസ് ആണ്. ഇത് നമുക്ക് ചില സന്ദർഭങ്ങളിലൊക്കെയാണ് വരാറുള്ളത്. പക്ഷേ വലിയ ഒരു എഫക്റ്റ് ചെയ്യുന്ന ഒന്നല്ല. കാരണം ഒരു കോൺട്രാക്ട് ബേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു തേർഡ് പാർട്ടിയെ നമ്മൾ ഒരു സർവീസ് ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബില്ലിൻ്റെ അകത്ത് 1% നമുക്ക് TDS ഒക്കെ കുറയ്ക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. TDSൻ്റെ ഞാൻ നോ കൊടുക്കുകയാണ്, കാരണം അത് ആവശ്യമില്ല. ഇനി TCS, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. 50 ലക്ഷത്തിൻ്റെ മുകളിൽ ഒരു ട്രാൻസാക്ഷൻ, അതായത് ഒരു പാർട്ടിക്ക് നമ്മൾ ബില്ലടിക്കുകയാണെങ്കിലോ അതല്ലെങ്കിൽ നമ്മൾ 50 ലക്ഷത്തിൻ്റെ മുകളിൽ ഒരു പാർട്ടിയുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ TCS ഇന്നാവും. ഇത് ഇന്നായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് പറയാം, അത് അതിൻ്റെ 0.01% ആണ് TCS കളക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ റൂൾ പ്രകാരം അട്ടിൽ ഡിസംബർ 16, 2020 0.075% ആണ് ഇപ്പോൾ കളക്ട് ചെയ്യുന്ന എമൗണ്ട്. ഇത് നമുക്ക് ആവശ്യമെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലെഡ്ജറിലും ഇതേപോലെ തന്നെ യെസ് ആയി കൊടുത്താൽ മാത്രമേ ഇത് വരത്തുള്ളൂ. പിന്നെ ഓൺലൈൻ ആക്സസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് നമ്മുടെ സ്റ്റാഫിനോ മറ്റുള്ളവർക്കോ നമ്മുടെ റിപ്പോർട്ടുകളൊക്കെ ഇൻ്റർനെറ്റ് ത്രൂ വിസിബിൾ ആക്കണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിപ്പോൾ ടാലി 6.9.6 എബോവുള്ള വേർഷനിലാണ് ഈ നെറ്റ്വർക്കിംഗ് രീതിയിൽ നമുക്ക് എന്താ പറയുക റിപ്പോർട്ട്സുകളൊക്കെ കാണാമെന്നുള്ളത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഇതിൽ പറയുന്നത്. ഇതുവഴി നമുക്ക് ടാലിയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് നമ്മുടെ റിപ്പോർട്ടുകൾ എല്ലാം കാണില്ല, പക്ഷേ കസ്റ്റമൈസ് ചെയ്ത റിപ്പോർട്ടുകളൊന്നും കാണില്ല. പക്ഷേ ചില റിപ്പോർട്ടുകളൊക്കെ സെയിൽസ് രജിസ്റ്റർ, ലെഡ്ജർ, ഔട്ട്സ്റ്റാൻഡിംഗ് ലൈക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് ത്രൂ നമുക്ക് കാണാവുന്നതാണ്. അത് യെസ് ആക്കണം. അതേപോലെ അതിൻ്റെ ലൊക്കേഷൻ, പാത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ യൂസ് മൾട്ടിപ്പിൾ അഡ്രസ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബില്ല് അടിക്കുന്ന സമയത്ത് ഒരു പാർട്ടി, ആ പാർട്ടിക്ക് 10-20 സ്ഥലങ്ങളിലായിട്ട്
നമ്മൾ ബിൽ അഡ്രസ്സുകളിൽ മാറ്റി കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ അഡ്രസ്സ് യെസ് ആക്കി കൊടുക്കാം. ഇത് അഡ്രസ്സ് യെസ് ആക്കി കൊടുക്കുന്നത് വഴി ഇത് പാർട്ടിയുടെ കേസല്ല, ഇത് നമ്മുടെ കേസാണ്. അതായത് നമുക്കിപ്പോൾ 5-6 നമ്മുടെ മെയിൻ ഹെഡ് ഓഫീസ് ഒരു സ്ഥലത്തും ഗോഡൗൺ മറ്റൊരു സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് ഇവിടെ നിന്നുകൊണ്ട് തന്നെ അവിടുത്തെ ബില്ലടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇത്. അങ്ങനെ ഈ സെക്ഷൻ സേവ് ചെയ്യുക. അതോടുകൂടി നമ്മുടെ കമ്പനി ക്രിയേഷൻ പൂർത്തിയായിരിക്കുകയാണ്. പിന്നെ ഇതിൽ നമുക്ക് കുറേ ഫീച്ചേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി F11 ഫീച്ചറിൽ എന്ന് പറയുന്ന ഒരു ഫീച്ചർ പണ്ടത്തെ ടാലിയിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല. പകരം ഈ ഫീച്ചറുകളൊക്കെ നമ്മൾ ഈ കമ്പനി ക്രിയേഷൻ സമയത്ത് തന്നെ കൊടുക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, പക്ഷേ എന്താ പറയുക, കുറേ ഫസ്റ്റ് പ്രൊസീജിയറിൽ തന്നെ എല്ലാം സെറ്റിൽ ആവശ്യമുള്ളതൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ടാലി പ്രൈം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.